ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എഡ്ഡി സ്റ്റോറീസിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായി ലോങ് വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു. ഒരു സർജറി അതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പം ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നു എന്ന് പറയാം. അപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ എഡ്ഡിക്കുട്ടനെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു ഗ്രൂമിങ് വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അവന് ഗ്രൂമിങ്ങിന് പോകുന്നത് കുളിക്കാൻ ഇഷ്ടമല്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എഡ്ഡി ഗ്രൂമിങ്ങിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എഡ്ഡിയായിട്ട് കാറിൽ കയറി പോവുകയാണ് എഡ്ഡിയുടെ ഗ്രൂമിങ് സെൻറ്ററിലോട്ട്. യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ടാറ്റ പോകാമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴേ കാറിൽ കയറി ഇരുന്നോളും. പോണ വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ഗ്രൂമിങ് സെൻറ്ററിലെത്തി. ഹാൻഡ്സ് ആൻഡ് പോസിലാണ് അവനെ ഗ്രൂം ചെയ്യാറ്. അവിടെ പോണത് ഇഷ്ടമാണ്, പക്ഷെ കുളിക്കണ്ട. അവിടെ പോയ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ, അപ്പോൾ അതിനിഷ്ടമാണ്. അപ്പം എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുക ആശ, ഇറങ്ങത്തില്ല. പിന്നെ അച്ഛൻ വന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ല, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ വെയിറ്റും എടുത്തൂടെ, സർജറിയൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ അച്ഛൻ തന്നെ എടുത്ത് അകത്തോട്ട് പോകാൻ താല്പര്യമില്ല. അതിനെ കയ്യിലിരുന്നങ്ങ് ബഹളം വയ്ക്കും. പിന്നെ 3 മണിക്കൂറോളം ഉണ്ടല്ലോ ഗ്രൂമിങ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിപ്പിച്ച് പിയൊക്കെ വെപ്പിച്ചിട്ടാണ് ആശാനെ കൊണ്ടാക്കുന്നത്. ഭയങ്കര വിഷമമാണ്. ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണ്ടേ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ മുടിയെല്ലാം ചീകി നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അവന് ഉപദ്രവവും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവർ നല്ല വൃത്തിയായിട്ടാണ് എല്ലാം ചീകി ഒതുക്കി, ചെവിയെല്ലാം വൃത്തിയാക്കി, നഖമെല്ലാം ക്ലീൻ ചെയ്ത് വെട്ടി എല്ലാം നല്ല ഭംഗിക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കരുനാഗപ്പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ കൊട്ടിയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവിടാണ്. പിന്നെ എനിക്ക് ആവുന്ന സമയത്ത് ഞാനായിരുന്നു അവനെ വാഷ് ചെയ്യുന്നതും എല്ലാം. അത് കഴിഞ്ഞിപ്പം എനിക്ക് വയ്യാതായപ്പോഴത്തേക്ക് പിന്നെ ഗ്രൂമിങ് സെൻറ്ററിൽ കൊണ്ടുപോകും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ കൊണ്ടുപോകും അവനെ. നല്ലതായിട്ട് രോമം വളരുന്നതാണ്. നമ്മൾ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ആശ മുടിയെല്ലാം വെട്ടി ഭംഗിയായിട്ട് നിൽക്കുകയാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ അതോ ഹെയറൊക്കെ നല്ലോണം ചീകി ഒതുക്കി ട്രിം ചെയ്ത് ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛനും ചേട്ടനും കൂടെ അങ്ങോട്ട് കയറി ചെന്നത്. പിന്നെ അവൻ ഒന്നും സമ്മതിക്കത്തില്ല. പിന്നെ അവർ ടൈയെല്ലാം കെട്ടി ക്ലിപ്പെല്ലാം കുത്തി അച്ഛൻ്റെ കയ്യിലോട്ടെടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവരങ്ങ് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരിതാണ്. പിന്നെ അച്ഛൻ്റെ കൈ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഭയങ്കര ഗമയാണ്, ഭയങ്കര വലിയ ആളിൻ്റെ കണക്കുള്ള ഗമയൊക്കെ കാണിക്കും. ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് പോകണ ഒരു മൂടല്ല തിരിച്ചു വരുമ്പോഴത്തേക്ക്. പിന്നെ പീ വെക്കണമെങ്കിലോ എന്ന് വെച്ചിട്ട് അവിടോട്ട് തുറന്നിട്ട് ബാക്കിലോട്ടൊരു കഫ്റ്റീരിയ പോലെ ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ അതെല്ലാം അവർ നിർത്തലാക്കി. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വെറുതെ ഇട്ടേക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയേക്കാം. അവനറിയാം അവിടെ എല്ലാം അവൻ കറങ്ങി നടക്കുന്നതാണ്. മിക്കവാറും നമ്മളവിടെ പോകുമ്പം അവിടെ കൊണ്ട് പോവാറുണ്ട്. ചിലപ്പം ഒരുപാട് പേര് ഗ്രൂമിങ്ങിനുണ്ടെങ്കിൽ തന്നെ ഇവന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയാണ് നിർത്തുന്നത്. നമ്മളത് വീടെത്തിയപ്പോഴത്തേക്ക് ഇച്ചയും ഗംഗയും പിയമ്മയും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക മോനെ കാണാനായിട്ട്. അത് ഒരു പതിവാണ്. എവിടെ പോയിട്ട് വന്നാലും ഇവരെല്ലാവരും സ്വീകരിക്കാൻ നിൽക്കണം. വന്നു കഴിഞ്ഞ ഉടനെ ഇറങ്ങി കാറിന് ചുറ്റും ഒരു പരിശോധനയുണ്ട്. ആരെങ്കിലും കാറിനകത്ത് പീ വെച്ചോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഒരു ഓട്ടവും എല്ലാം കൂടെയാണ്. അങ്ങനെ ഇച്ചയെ കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ഉമ്മയൊക്കെ കൊടുത്ത്. പിന്നെ ഗ്രൂമിങ്ങിനായാലും കുളിപ്പിച്ച് കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ നേരെ അച്ചാമ്മയുടെ അമ്മാമ്മയുടെ റൂമിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരെ കാണിച്ച് അവിടെ ഒന്ന് കുത്തിമറിഞ്ഞ്, ഇത് അച്ചാമ്മയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, പൊമ്മാന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവിടെ കുറേ നേരം കിടന്ന് കുത്തിമറി. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്ത് എൻ്റെ അമ്മാമ്മയുടെ കട്ടിലിൽ ചെന്ന് അവിടെ അമ്മയ്ക്കും കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അവിടെയും കുത്തിമറിഞ്ഞിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ടാണ് പിന്നെ പോകുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു സന്തോഷ പ്രകടനമാണ്. അവൻ സുന്ദരനായി എന്നെല്ലാവരെയും അവന് കാണിക്കണം. എന്നിട്ട് നേരെ ഓടി റൂമിലോട്ടാണ് പോകണം. റൂമിൽ ചെന്ന് അവിടെയും കുറേ കുത്തിമറിഞ്ഞ് എല്ലാവരുമായിട്ട് ഒരു ഹാപ്പി മൊമെൻറ്റ്സാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്യണേ. ഞങ്ങളുടെ എഡ്ഡൂട്ടൻ്റെ വികൃതികളും സന്തോഷങ്ങളും യാത്രകളും എല്ലാമാണ് നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇത്രയും നേരം കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.